ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഴുവൻ ഇബാദത്തുകളും ബൈനൽ ഖൗഫി വറജാ, പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലാണ്. ഓരോരുത്തരും ഇബാദത്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടതും. അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാകണം. അതുപോലെ തന്നെ എൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട്, ഞാൻ ചെയ്ത മോശം പ്രവർത്തനങ്ങളെ കൊണ്ട് എൻ്റെ ഈ സൽക്കർമ്മം തട്ടിക്കളയുമോ എന്ന പേടിയും നമുക്ക് ഉണ്ടാകണം. ഇതായിരിക്കണം ഒരു മുഅ്മിനിൻ്റെ അവസ്ഥ. അഅ്മാലുന ബൈനൽ ഖബൂലി വറദ്ദിഹ, നമ്മുടെ സകല സൽക്കർമ്മങ്ങളും സ്വീകാര്യതയുടെയും തട്ടിക്കളയലിൻ്റെയും ഇടയിലാണ്. അതായത് ഞാൻ നിസ്കരിച്ച നിസ്കാരം അത് സ്വീകരിക്കുമോ അതല്ലെങ്കിൽ തട്ടിക്കളയുമോ എന്നതിൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ്റെ ഇബാദത്തിൻ്റെ അവസ്ഥ. എന്നാൽ ഇല്ല സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അത് സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല. വഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി, നിസ്സംശയം അത് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരായ അഇമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? സ്വലാത്ത് മജ്ലിസ് നടത്തുമ്പോൾ, സ്വലാത്തിൻ്റെ വാർഷികങ്ങൾ നടത്തുമ്പോൾ എന്താണ് സ്വലാത്ത് എന്നതിനെ സംബന്ധിച്ചൊരു ബോധം നമുക്കുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവൻ്റെ മലായികത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ അള്ളാഹു മലക്കുകളും അവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുന്നു എന്നതല്ല അതിൻ്റെ ഉദ്ദേശം. മഹാന്മാരായ ഇമ്മത്ത് രേഖപ്പെടുത്തുന്നു, സ്വഹാബത്ത് ചോദിക്കുന്നു, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഈ ആയത്തിറങ്ങിയ സമയത്ത് അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്വലാത്ത് ചൊല്ലേണ്ട രൂപം എങ്ങനെയാണെന്ന് സ്വഹാബത്തിന് അറിയില്ല. ആ സമയത്ത് ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, കൈഫ നുസല്ലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഖൂലൂ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. നിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്വലാത്തെന്ന് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം എന്ന് പറയുക എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ,
നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നന്മ ചെയ്യണം, ഗുണങ്ങൾ ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം എന്നൊക്കെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന്. നമ്മൾ അള്ളാഹുവിനോട് തന്നെ പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ഇമാം നസഫി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ ഇമാം നസഫി റഹിമഹുല്ലാഹ് അബൂ സഊദ് റളിയല്ലാഹു അൻഹു തഫ്സീറിലും അതുപോലെയുള്ള മറ്റുള്ളവർ രേഖപ്പെടുത്തുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട പദവി, ആ പദവി ഉയർത്തി കൊടുക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ സ്വലാത്ത്. മാത്രമല്ല ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് നമ്മളെ കൊണ്ട് പറഞ്ഞു തീർക്കൽ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ പരാജയം സമ്മതിച്ചുകൊണ്ട് റബ്ബിനെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവിൻ്റെ മദ്ഹ് പറയാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് പരാജയം സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്തെന്ന് മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ വൽ ബുശ്റാ തറാ ഫീ വജ്ഹിഹി, ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് നല്ല സന്തോഷം കാണുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാലനറൽ ബുശ്റാ ഫീ വജ്ഹിക, അങ്ങയുടെ മുഖത്ത് നല്ല പ്രകാശം കാണുന്നുവല്ലോ, അങ്ങയുടെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുവല്ലോ. എന്താ ഇന്നൊരു സന്തോഷത്തിന് കാരണം? എന്താ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നത്? സന്തോഷം കൊണ്ട് മുഖം നല്ല പ്രകാശം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നഹു അതാനിൽ മലക്കു, എൻ്റെ അടുത്തൊരു മലക്ക് വരികയാണ്, എൻ്റെ അടുത്തൊരു മലക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ, ഇന്ന റബ്ബക യഖൂൽ, നിങ്ങളുടെ റബ്ബ് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അമാ തർളാ മാ അഹദും മിൻ ഉമ്മതിക സ്വല്ല അലൈക ഇല്ലാ സ്വല്ലൈത അലൈഹി 10 സ്വലാ. അതെ, അങ്ങയുടെ മേലിൽ നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ 10 സ്വലാത്ത് ഞാൻ ചൊല്ലുന്നത് അങ്ങ് തൃപ്തിപ്പെടുന്നില്ലയോ നബിയെ? വലാ സല്ലമ അലൈക അഹദും മിൻ ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങയുടെ പേരൊരു സലാം ചൊല്ലിയാൽ ഇല്ലാ റദത്ത അലൈഹി 10 മർറാ, ആ മനുഷ്യൻ്റെ പേരിൽ ഞാൻ 10 തവണ മടക്കി സലാം പറയുന്നതിനെ, സലാം ചൊല്ലുന്നതിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലയോ നബിയേ? ഇത് കേൾക്കുന്ന താമസം മുത്തുനബി പറയുന്നു, ബലാ, ഉമ്മത്തിന് എന്ത് അനുഗ്രഹം ലഭിക്കുന്നതും എനിക്ക് വലിയ താല്പര്യമാണ്. എൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ 63 വർഷക്കാലം ജീവിച്ചത്. പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് മരണം വരെ ഉമ്മത്തിൻ്റെ സന്തോഷമാണ് ആഗ്രഹിച്ചത്. മരണസമയത്തും ചിന്തിച്ചത് ഉമ്മത്തിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങൾ ആ സ്വലാത്തിൻ്റെ ഓഫർ ലഭിക്കുമ്പോൾ വലിയ സന്തുഷ്ടനായി സ്വഹാബികളുടെ സമീപത്തേക്ക് നടന്നു വരുമ്പോൾ ആ സന്തോഷത്തിൻ്റെ പ്രഭയാണ് മുഖത്ത് കാണാൻ കഴിയുന്നത്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം.
സ്വലാത്ത് നമ്മൾ കൈമുതലാക്കണം. രോഗങ്ങൾക്ക് ശുപാർശയാണ്, ശിഫയാണ് സ്വലാത്ത്. നമ്മളെ മാനസികമായി അലട്ടുന്ന വിഷമങ്ങൾക്ക് പരിഹാരമാണ് സ്വലാത്ത്. സ്വലാത്ത് എന്തിനും മരുന്നാണ്. ഇതൊരു വലിയ സദസ്സാണ്, സന്തോഷത്തിൻ്റെ മജ്‌ലിസാണ്. സ്വലാത്ത് മജ്‌ലിസ് സ്വീകരിക്കുമെന്നുറപ്പാണ്. അർഹമുർ-റഹീമായ റബ്ബേ, നീ ഞങ്ങളുടെ മജ്‌ലിസ് ഖബൂലാക്കണേ അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കേണ്ട ഗ്രന്ഥമാണ്. സ്വലാത്ത് മജ്‌ലിസിൽ സ്വലാത്തിനെ കുറിച്ച് അല്പം പറഞ്ഞ് ചെറിയ ഒരു വിഷയം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ ഒരുപാട് താക്കീത് നൽകിയ ആയത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈമാനുള്ള ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ആയത്തുകളും ഈ ഖുർആനിൽ ഉണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഗസ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. ഗസ്വാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ആ മഹാനെക്കുറിച്ച് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാ കിതാബു സുഹദിൽ രേഖപ്പെടുത്തുന്നു. മഹാനവറുകളുടെ ഒരു ശീലം മുസ്ഹഫ് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രതിഫലമാണ്. ഖുർആൻ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഓതുന്നതിനാണ് വലിയ മഹത്വം. എന്നാൽ അർത്ഥമറിയില്ലെങ്കിലും ഖുർആൻ ഓതുന്നത് പ്രതിഫലമാണ്. ഇനി ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലോ ആ ഖുർആൻ ഇങ്ങനെ തുറന്നു വച്ച് അതിലെ ഓരോ വരികളിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നതും പ്രതിഫലമാണ്. ഖുർആൻ സ്പർശിക്കുന്നതും പ്രതിഫലമാണ്. ആ നിലക്ക് മഹാനായ ഗസ്വാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു പതിവ് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ എപ്പോഴും ഖുർആൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം മഹാനായ ഗസ്വാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങളും കിതാബു സുഹദിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു ദിവസം ഉമ്മ വന്ന് ചോദിക്കുന്നു, മോനെ, എന്താണ് അതിലിങ്ങനെ നോക്കിയിരിക്കാനുള്ളത്? ഖുർആനിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്താ ഉള്ളത്? ആ മകൻ മറുപടി പറയുന്നു, ഉമ്മ, ഇതിൽ കുറേ താക്കീതുകളുണ്ട്. അതേ, തെറ്റ് ചെയ്യുന്ന ആളുകളോട് താക്കീത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മ, വലിയ പ്രതീക്ഷകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. താക്കീതുകൾ കാണുമ്പോ, ഖുർആൻ ഞാനിങ്ങനെ മറിച്ചു നോക്കുമ്പോ അതിലുള്ള താക്കീതുകൾ കാണുന്ന സമയത്ത് ആ താക്കീതുകളെ ഭയന്നുകൊണ്ട് ഞാൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. അതുപോലെ പ്രതീക്ഷകളെ കാണുന്ന സമയത്ത് ആ പ്രതീക്ഷകളെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ കാണുമ്പോൾ ഞാൻ ഇബാദത്തിൽ മുഴുകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എൻ്റെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തുകളിൽ സജീവമാകലാണ്. മഹാനായ ഗസ്വാൻ റളിയല്ലാഹു അൻഹു ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് താക്കീതുകൾ നൽകുന്ന ചില സൂറത്തുകൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ. സൂറത്തുൽ മുദ്ദഥിർ എന്ന് പറയുന്ന ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ ചില താക്കീതുകൾ ഓർമ്മപ്പെടുത്തുന്നു. അതേ, തെറ്റു ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നരകം ശാശ്വതമാണ്. ആ നരകത്തെ സംബന്ധിച്ച് താക്കീത് നൽകുന്നു. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ.
അതേ പരിശുദ്ധ ഖുർആനിൽ നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമാണ് സഖർ. സഖർ എന്ന് പറയുന്ന ഒരു നരകത്തിൻ്റെ പേര്. ആ നരകത്തിൽ ചില ആളുകളുണ്ട്, അവർ ജീവിതകാലത്ത് തെറ്റുകൾ ചെയ്ത് ജീവിച്ചവരാണ്. അതേ, ഒരുമിച്ചു ജീവിച്ചവർ, ഒരു പായയിൽ കിടന്നുറങ്ങിയവർ, ഒരു ഭക്ഷണത്തളികയിൽ ഭക്ഷണം കഴിച്ചവർ. പക്ഷേ ശാശ്വതമായ ലോകത്ത് ചെല്ലുമ്പോൾ അതിൽ ചിലർ സ്വർഗത്തിലാണ്, ചിലർ നരകത്തിലാണ്. ആ സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിലായിരിക്കെ തന്നെ നരകത്തിൻ്റെ ആളുകളെ റബ്ബ് കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങൾക്കനുസരിച്ച് നാളെ രണ്ട് വിഭാഗമായി തിരിച്ചു, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കുമായി പോകുന്ന സമയത്ത് സഉസ്ലീഹി സഖർ, നരകത്തിൽ ചില ആളുകൾ എത്തിപ്പെടുന്നു. ആ സമയത്ത് സ്വർഗത്തിൽ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു എത്തിക്കുന്നു. ആ സ്വർഗത്തിലുള്ള ആളുകൾക്ക് നരകത്തിലുള്ള ആളുകളെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിനെ സംബന്ധിച്ച് അതേ സൂറത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ലഇഹ്ദൽ ഖുബർ, അത് വലിയ ഒരു പ്രതിസന്ധിയാണ്, പരീക്ഷണമാണ്. നദീറൻ ലിൽ ബശർ, മനുഷ്യർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, മനുഷ്യർക്കുള്ള താക്കീതാണ്. നരകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നതൊക്കെ മനുഷ്യർക്കുള്ള താക്കീതാണ്. ആ ഖുർആനിലെ ആയത്ത് പഠിപ്പിക്കുന്നത് നദീറൻ ലിൽ ബശർ, മനുഷ്യർക്കുള്ളതാണ് എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നരകത്തെ സംബന്ധിച്ച് പറയുന്നതെല്ലാം മനുഷ്യർക്കുള്ള താക്കീതാണ്. ആർക്കാണ് ആ താക്കീതെന്നറിയോ? ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ. വീണ്ടും ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പിന്തി നിന്നവരില്ലേ, ചീത്ത കാര്യങ്ങളിലേക്ക് മുന്തി വന്ന ആളുകളില്ലേ. ഏതെങ്കിലും ഒരു പള്ളിയിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം നടത്തിയിട്ട് നല്ല ഒരു പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള സ്വലാത്ത് മജ്‌ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വിഷമങ്ങളും തിരക്കുകളും മാറ്റിവെച്ച് അസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, നല്ല കാര്യങ്ങളിലേക്ക് മുന്തിച്ചു വന്ന ആളുകൾ, നല്ല കാര്യങ്ങളിലേക്ക് മുൻതൂക്കം നൽകിയവർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടത സഹിച്ചു വന്നവർ, അവരെ കുറിച്ച് പറയുന്നു. അതേ, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവരാണ് അല്ലാഹുവിനോട് അടുത്ത ആളുകൾ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നല്ല കാര്യങ്ങൾക്ക് മുന്തി വന്നവർ, ഓടി വന്നവർ, അവരാണ് ഉലൈകൽ മുഖറബൂൻ, അല്ലാഹുവിനോട് അടുത്ത ആളുകൾ. സൂറത്തുൽ മുദ്ദഥിറിലൂടെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നദീറൻ ലിൽ ബശർ ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ. നല്ല കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നവർ, അതുപോലെ നല്ല കാര്യങ്ങളിൽ നിന്ന് ഓടിപ്പോയവർ. എന്നാൽ ചീത്ത എന്തെങ്കിലും പ്രവർത്തനം വരുമ്പോൾ, ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുമ്പോൾ, ഹറാമായ സംഗമങ്ങൾ നടത്തുമ്പോൾ അതിന് കാർമ്മികത്വം നൽകുന്നവർ, അതിനുവേണ്ടി ഓടിപ്പായുന്നവർ, അതിൽ മുൻഗണന നൽകപ്പെടുന്നവർ, ഈ ആളുകളെ സംബന്ധിച്ചാ പറയുന്നത്, ആ മനുഷ്യരെ സംബന്ധിച്ചാ പറയുന്നത് നദീറൻ ലിൽ ബശർ. അങ്ങനെയുള്ള ആളുകൾക്ക് താക്കീതാണ് നരകം. അങ്ങനെയുള്ള ആളുകൾക്ക് താക്കീതായിട്ടാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്. ആ നരകം വലിയ വിപത്താണ്. അതേ, സ്വർഗത്തിലിരിക്കുന്ന ആളുകൾക്ക് ഈ നരകത്തിലെ ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ആളുകൾ നരകത്തിൻ്റെ ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ നരകത്തിലുള്ളവരെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് തരം താഴ്ത്താൻ വേണ്ടിയിട്ട്,
അവരോട് ചോദിക്കുന്നു. ആ ചോദ്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ തന്നെ പഠിപ്പിക്കുന്നു. മാ സലകകും ഫീ സഖർ. അവരോട് സ്വർഗാവകാശികൾ ചോദിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരാണല്ലോ, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരാണല്ലോ, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞവരാണല്ലോ, ഒരുപാട് മജ്ലിസുകളിൽ നമ്മൾ ഒത്തൊരുമിച്ച് കൂടിയല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് മാ സലകകും ഫീ സഖർ, നരകത്തിലേക്ക് നിങ്ങളെ എത്തിച്ചതെന്താണ്? ഞങ്ങൾ സ്വർഗത്തിലായല്ലോ, നിങ്ങൾ നരകത്തിലായതെന്തുകൊണ്ടാണ്? ആ സമയത്ത് സ്വർഗത്തിൻ്റെ ആളുകൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നരകത്തിൽ നിന്നുള്ള ആളുകൾ മറുപടി പറയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവർ പറയുന്നു, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കാത്തവരാണ്. പരിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കാത്തവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ റബ്ബിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അല്ലാഹു നൽകിയ സമ്മാനമാണല്ലോ നിസ്കാരം. ഈ നിസ്കാരം നിലനിർത്തേണ്ടത് മുഅ്മിനിന്റെ ബാധ്യതയാണല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു ബഅദൽ യൗമൽ ഖിയാമത്തി ബഅദൽ ഈമാനി അസ്സലാഹ്. ഖിയാമത്ത് നാളിൽ മുഅ്മിനാണോ അല്ലേ എന്ന് തീരുമാനമെടുത്ത ശേഷം ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അവൻ്റെ നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. ഈ നരകത്തിൻ്റെ ആളുകൾ പറയുന്നതും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഞങ്ങൾക്കൊരുപാട് പണ്ഡിതന്മാർ പ്രഭാഷണം പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, 10-15 വർഷം ഞങ്ങൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്, പള്ളികളിൽ സേവനം ചെയ്തിട്ടുണ്ട്, പള്ളികളുടെ ഭാരവാഹിത്വം നടത്തിയിട്ടുണ്ട്, പള്ളികളുടെ പരിസരത്ത് കൂടെ പോകാറുണ്ട്. പക്ഷേ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരത്തിൽ കൃത്യത നടത്തിയില്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൻ ലിൽ മുസല്ലീൻ. ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അത് നിസ്കാരത്തിൻ്റെ ഗണത്തിൽ പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ നിസ്കാരങ്ങളിലാണ് അവർ ചിരിക്കുന്നത്, നിസ്കാരങ്ങളിലാണ് അവർ കളിക്കുന്നത്, നിസ്കാരങ്ങളിലാണ് അവർ മറന്നുവച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത്, നിസ്കാരങ്ങളിലാണ് അവർ പുതിയ പുതിയ ബിസിനസ്സുകൾ പണിയുന്നത്. അവരുടെ നിസ്കാരം എന്തൊക്കെയോ ചിന്തയിലാണ്, അവരുടെ നിസ്കാരം എന്തൊക്കെയോ ആലോചനയിലാണ്. അവർ റബ്ബിൻ്റെ മുമ്പിലല്ല നിസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഫവൈലുൻ ലിൽ മുസല്ലീൻ, അങ്ങനെ നിസ്കരിക്കുന്നവരാണ് നരകത്തിലെ വൈല്, നരകത്തിൻ്റെ ഒരു ചെരുവ് അവർക്കുള്ളതാണെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി നരകത്തിൻ്റെ ആളുകൾ സ്വർഗക്കാരോട് മറുപടി പറഞ്ഞതും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. അല്ലാഹു നമ്മെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നജസ്സുകളുടെ കൂട്ടത്തിൽ എണ്ണി നിന്യമായി കാണുന്ന 2 മൃഗങ്ങളാണ് നായ, പന്നി എന്നിവ. എന്നാൽ ഒരു നായയെ കണ്ടാൽ, ഒരു പന്നിയെ കണ്ടാൽ എന്നെ നായ ആക്കിയില്ലല്ലോ, എന്നെ പന്നി ആക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല, ഒരു ഗ്രന്ഥത്തിലും ഇല്ല. എന്നാൽ നമ്മുടെ അയൽവാസിക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന് ഒരു മാറാരോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് ആ രോഗിയെ സന്ദർശിച്ച് മടങ്ങുമ്പോൾ അവൻ കാണാത്ത രൂപത്തിൽ എവിടെയെങ്കിലും മറഞ്ഞു നിന്നുകൊണ്ട് റബ്ബിനോട് സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അല്ലാഹുവേ, എന്നെ ഇങ്ങനെ ഒരു രോഗിയാക്കിയില്ലല്ലോ. എന്നാൽ ഒരു നിസ്കരിക്കാത്ത മനുഷ്യനെ കണ്ടാൽ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു, അവനെ കാണിച്ചുകൊണ്ട് തന്നെ എന്നെ ഒരു നിസ്കരിക്കാത്തവനാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടെന്ന്
ഫുഖഹാ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഖളാഅക്കുന്നവരെ, അനാവശ്യമായി നിസ്കാരം ഒഴിവാക്കുന്നവരെ, കാരണങ്ങളില്ലാതെ നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധരാകുന്നവരെ, ചിന്തിക്കണം. നിസ്കാരം ഗൗരവമാണ്, നിസ്കാരം നിർബന്ധമാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകക്കാരുടെ കൂട്ടത്തിൽ വച്ച് ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല എന്ന് പറഞ്ഞ പോലെ നരകത്തിൽ കിടന്ന് പറയേണ്ടി വരും. മഅദല്ലാഹ്, അല്ലാഹുവേ കാത്തുരക്ഷിക്കണം റഹ്മാനേ. രണ്ടാമതായും ഈ നരകത്തിൻ്റെ ആളുകൾ പറയുന്നു, അതാ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിളു സുയൂത്തി റഹിമഹുല്ല അതേ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മരണസമയം ഈമാൻ നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ, മരണസമയം ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന 4 കാര്യങ്ങൾ മഹാനായ ഹാഫിൾ ഇമാം സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. അതിൽ ഒന്നാമത് പറഞ്ഞത്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവമില്ലാത്തവർ. അതേ, നമ്മളെല്ലാവരെയും കാണുമ്പോൾ, ഉസ്താദുമാരെ കാണുമ്പോൾ, സാദാത്തുക്കളെ കാണുമ്പോൾ, തങ്ങളെ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണം, ഉസ്താദെ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണം എന്നിങ്ങനെ വസിയത്ത് ചെയ്യുന്നവരല്ലേ. ആഖിബത്ത് നന്നാകാൻ ഹാഫിളു സുയൂത്തി റഹിമഹുല്ല പറയുന്നത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവമുണ്ടായിരിക്കണമെന്നാണ്. രണ്ടാമത് പറയുന്നു, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാരണം മദ്യപാനമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിലക്കിയ മദ്യപാനം അത് തുടരുന്നവരാണോ ആഖിബത്ത് മോശമായി പോകും. അതുപോലെ നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കൾ. മൂന്നാമതായി മഹാനായ ഹാഫിളു സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവർ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ ഹാഫിളു സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നു. നാലാമതായി പറയുന്നു, സ്വന്തം സുഹൃത്താകുന്ന മറ്റൊരു മുഅ്മിനിനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഅ്മിനിനെ വിഷമിപ്പിക്കുന്നവനാണോ? സാമ്പത്തികമായി പ്രയാസം വന്നപ്പോൾ കടം ചോദിച്ചപ്പോൾ നൽകിയ ഒരു മുഅ്മിൻ അതെത്ര കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതെ പ്രയാസപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ അയൽവാസിയായ ഒരു മുഅ്മിനിനെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, സ്ഥലത്തർക്കത്തിൻ്റെ പേരിൽ വേദനിപ്പിക്കുന്നു. അതുപോലെ ഏതെല്ലാം നിലക്കൊരു മുഅ്മിനിനെ വേദനിപ്പിക്കുന്നോ ആഖിബത്ത് മോശമായി പോകുമെന്ന് ഹാഫിളു സുയൂത്തി റഹിമഹുല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് മുദ്ദസിർ, അതാ ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം വേണമെന്ന് പറഞ്ഞതിനെ ഖുർആൻ താക്കീത് നൽകി ഓർമ്മിപ്പിക്കുകയാണ്. അതേ, രണ്ടാമതായി പറയുന്നു, രണ്ടാമതായും ആ നരകക്കാർ സ്വർഗക്കാരോട് പറയാണ്. ആദ്യം പറഞ്ഞത് ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, വലം നകുനു തുഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതേ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കിതാബ്, ഈ ആയത്തിനെ രേഖപ്പെടുത്തി വിശദീകരിക്കുന്നു. പാവപ്പെട്ടവനെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് നല്ല സാമ്പത്തിക പുരോഗതി നൽകും, ചിലർക്ക് നല്ല സാമ്പത്തികമായ വളർച്ച നൽകും. എന്തിനാണ് റബ്ബ് സമ്പാദ്യം നൽകുന്നത്? എന്തിനാണ് അള്ളാഹു നമുക്ക് വലിയ സമ്പാദ്യം നൽകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. നല്ല സന്താനങ്ങളെ നൽകുമ്പോൾ ഈ സന്താനത്തെ വളർത്തി വലുതാക്കി സ്വർഗത്തിലേക്കുള്ള കൈത്താങ്ങാക്കി നമ്മൾ വളർത്തുന്നുണ്ടോ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ,
മക്കളെ റബ്ബ് നൽകിയത് നമ്മെ നരകത്തിൽ നിന്ന് അവരെ കാക്കാനാണ്. നരകത്തിലേക്കുള്ള വഴികളിലൂടെ മക്കളെ സഞ്ചരിപ്പിക്കുന്ന മാതാപിതാക്കളാണോ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതേ, നല്ല നല്ല സമ്പാദ്യം നൽകുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമായത് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അള്ളാഹു അയൽവാസിക്ക് നൽകാത്ത സമ്പാദ്യം നമുക്ക് നൽകിയത് അഹങ്കാരം കാണിക്കാനല്ല. അതെ, അവനേക്കാൾ വലിയവൻ ഞാനാണ്, അവനേക്കാൾ സമ്പാദ്യമുള്ളത് എനിക്കാണെന്ന് ചിന്തിക്കാനല്ല, മറിച്ച് പാവപ്പെട്ടവനെ പരിഗണിക്കാനാ, പാവപ്പെട്ടവരെ സഹായിക്കാനാ. അതുകൊണ്ട് അള്ളാഹു സമ്പാദ്യം നൽകിയിട്ടും പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാരെ ഭക്ഷിപ്പിച്ചിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിരുന്നില്ല എന്ന് നരകത്തിൽ നിന്ന് സ്വർഗ്ഗക്കാരോട് വിളിച്ചു പറയുന്നു. വീണ്ടും പറയുന്നു, വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നിരുന്നപ്പോ സ്വലാത്തിൻ്റെ മഹത്വം ഒരുപാട് കേട്ടില്ലയോ? നിസ്കാരത്തിൻ്റെ മഹത്വം ഒരുപാട് കേട്ടില്ലയോ? ഒരുപാട് നന്മകളെ കുറിച്ച് കേട്ടില്ലയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവസാനിച്ച പ്രവാചക ശൃംഖലയുടെ നടത്തിപ്പുകാരാണല്ലോ, അതിൻ്റെ അവകാശികളാണല്ലോ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാറില്ലേ? പണ്ഡിതന്മാരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കാറില്ലേ? ഇത്തരം മജ്ലിസുകളിലൊക്കെ പങ്കെടുത്തപ്പോഴും സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നരകത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴും ഇതെല്ലാം ഒരു നിസാരമായി തോന്നുന്നുണ്ടോ? ഇതൊന്നും കെട്ടുകഥകളാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനത്തെ ആളുകൾ വിളിച്ചു പറയാണ്, അതേ, വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ. ഞങ്ങളോടൊരുപാട് ഉപദേശങ്ങൾ പലരും പറഞ്ഞു, നിസ്കാരം നിങ്ങൾ നിർവഹിക്കണമെന്ന് പലരും പറഞ്ഞു. ഉസ്താദ് പള്ളിയിൽ നിന്ന് പല ഉപദേശങ്ങളും നൽകി, നിസ്കാരത്തിൻ്റെ മസ്അലകളൊക്കെ പള്ളിയിൽ നിന്ന് പഠിച്ചു. പക്ഷേ ഞങ്ങളത് പരിഗണിച്ചില്ല. റബ്ബ് തന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം സ്വതക്കയ്ക്കും സക്കാത്തിനും നിങ്ങൾ മാറ്റിവെക്കണമെന്ന് ഞങ്ങളോട് ഉസ്താദുമാരൊക്കെ വഅദ് പറഞ്ഞു, സാദാത്തുക്കളൊക്കെ നിർദ്ദേശം നൽകി. ഞങ്ങളിതെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ചു. അവസരം കിട്ടിയിട്ടും റബ്ബ് സമ്പാദ്യം നൽകിയിട്ടും ഞങ്ങളത് പരിഗണിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കേട്ട ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞവരാണ്. ഞങ്ങൾക്ക് വന്ന ഉപദേഷ്ടാക്കളെ നിരുത്സാഹപ്പെടുത്തിയവരാണ്. ഞങ്ങൾ അവരെ ഇൻസൾട്ട് ചെയ്ത് പരിഗണിക്കാതെ പറഞ്ഞയച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. വീണ്ടും അവർ വിളിച്ചു പറയുന്നു, അതേ, വേറെ ഒരു കാരണം കൂടെയുണ്ട്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. അന്ത്യനാളിൽ ഞങ്ങൾ വിശ്വസിച്ചില്ല. അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിഗണിച്ചില്ല. മരണമെന്ന് പറയുന്ന ശാശ്വതമായ ആ ഒരു പുതിയ ലോകത്തിലേക്കുള്ള കാൽവെപ്പിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി, ഒരൽപ്പം സമയം കൂടെ ഞങ്ങൾക്ക് നീട്ടിത്തരുമായിരുന്നെങ്കിൽ വകുന്നാ മഅ സ്വാലിഹീൻ, ഞങ്ങൾ സ്വാലിഹീങ്ങളോട് കൂടെ ആകാം എന്ന് പറയുമ്പോൾ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും ബാക്കി തരാനില്ല. സമയമെത്തിയാൽ കാരണങ്ങൾ വേണ്ട, സമയമെത്തിയാൽ രോഗം വേണ്ട, സമയമെത്തിയാൽ അപകടം വേണ്ട. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ റൂഹിനെ പിടിക്കാൻ റബ്ബിൻ്റെ ഓർഡർ വരും. കിടന്നുറങ്ങുമ്പോൾ നല്ല ആരോഗ്യവാനാണ്, രാവിലെ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല.
അതേ ഇദാ ജാഅ അജലുഹാ, അവൻ്റെ സമയമെത്തിയാൽ ഒരു പ്രത്യേക കാരണം വേണ്ട. ഇനി 1 മണിക്കൂർ തന്നാലും 1 വർഷം തന്നാലും 100 വർഷം തന്നാലും എന്ത് ചെയ്യുമെന്ന് വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അതേ 70 വയസ്സ് തന്നു, 50 വയസ്സ് തന്നു, 30 വയസ്സ് ആയുസ് തന്നു, ഇത്രയും കാലം എന്തൊക്കെ ചെയ്തുവോ അതല്ലാതെ ഇനി ഇതിലപ്പുറം മറ്റൊന്നും ചെയ്യുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളൊരു നിമിഷം എന്തൊക്കെ ചെയ്യും? 1 മണിക്കൂർ കിട്ടിയാൽ എന്ത് ചെയ്യും? 1 ദിവസം മുഴുവനും കിട്ടിയാൽ എന്ത് ചെയ്യും? എല്ലാത്തിനെ സംബന്ധിച്ചും കൃത്യമായ ബോധ്യമുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ സമയമെത്തിയാൽ കാരണം വേണ്ട. അതേ മരണമുണ്ട്, അന്ത്യനാളിൽ എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും. അതേ ആ ദിവസത്തെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്ഹൂസ്. ജനങ്ങളൊക്കെ പരത്തപ്പെട്ട വിരിപ്പുകളെ പോലെയാകും. ഭൂമിയുടെ അടിയിലുള്ളതെല്ലാം പുറത്തേക്ക് വരുന്നു, ആകെ പൊടിപടലങ്ങളാണ്. ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ഇടങ്ങളിൽ പല രൂപത്തിലാണ് അവതരിപ്പിച്ചത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഖിയാമത്ത് നാൾ വാസ്തവമാണ്. ഉപ്പമാരെ, അന്ത്യനാൾ തീരുമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കാതെ വരുമ്പോ നമ്മൾ നരകത്തിൻ്റെ അവകാശികളാണ്. ഹത്താ അതാനൽ യഖീൻ. എനിക്ക് മരണം വന്നപ്പോൾ ബോധ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നരകത്തിൻ്റെ ആളുകൾ സ്വർഗക്കാരോട് പറയുന്നു, ആ മരണം എന്നെ പിടിക്കപ്പെട്ടപ്പോ അന്ന് ഉസ്താദുമാര് വഅദ് പറഞ്ഞതും അന്ന് സാദാത്തുക്കൾ നിർദ്ദേശിച്ചതും അന്ന് ഞാൻ കേട്ടതും അറിഞ്ഞതും എല്ലാം വാസ്തവമാണെന്ന് എൻ്റെ മരണത്തോടുകൂടെ ഞാൻ മനസ്സിലാക്കിയെന്ന് ഈ നരകത്തിലെ ആളുകൾ വിളിച്ചു പറയുകയാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അക്കമിട്ട് നൽകുന്ന താക്കീതുകൾ, അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ പെടുത്തണം റഹ്മാനെ. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളിലും മുന്നിലുണ്ടാകണം. ഉലൈക്കൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നല്ല കാര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നവരെ സംബന്ധിച്ച് പള്ളിയിൽ സ്വലാത്തിൻ്റെ വാർഷികം വെക്കുമ്പോൾ അതിൽ നിന്ന് മാറിത്തിരിഞ്ഞ് ഓടിപ്പോകുന്നവരെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുണ്യമായ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. കഅന്നഹും ഹുമുറുൻ മുസ്തൻഫറ, അവർ ഓടിപ്പോകുന്നവരാണ്. എന്ത് ഓടിപ്പോകുന്നവരെ? കഴുത ഓടിപ്പോകുന്നത് പോലെ. കഅന്നഹും ഹുമുറുൻ മുസ്തൻഫറ, കഴുത ഓടിപ്പോകുന്നത് പോലെ ഓടിപ്പോകുന്നവരാണ്. ഫറത്ത് മിൻ ഖസ്വറ, ഒരു സിംഹത്തിനെ കാണുമ്പോൾ, കാട്ടിൻ്റെ രാജാവ് സിംഹം, ഈ സിംഹം ഇങ്ങനെ വരുന്ന സമയത്ത് കഴുത എങ്ങനെ ഓടിപ്പോകുമോ ആ രൂപത്തിൽ ഓടിപ്പോകുന്നവരാണ് ഈ നല്ല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ്. ആ മരണത്തിലേക്ക് ഒരുങ്ങുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഏത് സമയത്താണ് മരണം പിടിപെടുന്നതെന്നറിയില്ല, ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ മരണം പിടികൂടുന്നതെന്നറിയില്ല. അതുകൊണ്ട് മരണമെത്തുന്നതിന് മുമ്പേ മരണശേഷമുള്ള ശാശ്വത ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങി തയ്യാറാകേണ്ടതാണ്.
മനുഷ്യൻ ആളുകളുമായി ഇടപഴകി ജീവിക്കുന്നവരാണ്, പരസ്പരം ആശ്രയിക്കുന്നവരാണ്. ഈ വഅദ് പറയുന്ന ഞാനും പല വിഷയങ്ങൾക്ക് പലരെയും ആശ്രയിക്കുന്നവരാണ്. വഅദ് കേൾക്കുന്ന നിങ്ങളും പലതിനും പലരെയും ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പരസ്പര ആശ്രയ സ്രോതസ്സുകളില്ലാതെ, ആശ്രയങ്ങളില്ലാതെ മനുഷ്യജീവികൾക്ക് ജീവിതം സാധ്യമല്ല. ഈ ആശ്രയ സ്രോതസ്സുകൾ അത് നല്ലതാണോ? അവൻ്റെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമ്മൾ വീട് നിർമ്മിക്കാൻ നമുക്ക് ആശാരിയെ ആശ്രയിക്കേണ്ടി വരും, അതല്ലെങ്കിൽ തേപ്പുകാരെ ആശ്രയിക്കേണ്ടി വരും, വീടുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരും. ഞാനൊരു ഗവൺമെൻറ് ഓഫീസറാണെന്ന് കരുതിയിട്ട്, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ മേഖലയിൽ ഇരിക്കുന്നവനാണെന്ന് കരുതിയിട്ട് വീട് പണിക്ക് ആശാരിയെയും തേപ്പുകാരനെയും പടവുകാരനെയും ഒന്നും ആശ്രയിക്കാതെ നമുക്ക് വീടുണ്ടാക്കൽ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റു പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ആശ്രയ സ്രോതസ്സുകൾ അത് നല്ലതാണെങ്കിൽ നമ്മുടെ പാരത്രിക വിജയത്തിനത് കാരണമാകുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അതായത് നമുക്കൊരു സഹായത്തിനൊരു സുഹൃത്ത് വേണം. ആ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ, സുഹൃത്തിനെ നാം ആശ്രയിക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ കൂതരയായ സുഹൃത്തിനെ അല്ല തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സ്വാലിഹായ ഒരു സുഹൃത്തിനെയാകണം. അതുപോലെ നാം നമ്മുടെ വിഷയങ്ങൾക്ക് ആശ്രയിക്കുമ്പോൾ നാം നല്ലവരെ തിരഞ്ഞെടുക്കണം, നല്ലതിനെ തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് പാരത്രിക വിജയത്തിലേക്കുള്ള വഴിയാകുന്നത്. അങ്ങനെ മഹാനായ ഇസ്മായിലുൽ ഹക്കിൽ ബറൂസമി റഹിമഹുല്ലാ ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, നമുക്ക് ആശ്രയിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ആശ്രയം വേണ്ടത് പരലോകത്താണ്. ഇവിടെ രോഗം പിടിപെട്ടാൽ നമുക്ക് ആശ്രയിക്കാൻ ഡോക്ടർമാരുണ്ട്. പക്ഷേ ഡോക്ടർമാരെ കൊണ്ടും സാധ്യമല്ലാതെ കൈവിട്ട് വീട്ടിൽ വന്ന് മരിക്കേണ്ട ഗതികേട് പലതും നമ്മൾ സഹിച്ചതും അനുഭവിച്ചതുമാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരെ കൊണ്ട് കൂടാത്ത പലതും നമ്മൾ കണ്ടതാണ്. അപ്പം രോഗം വരുമ്പോൾ ഡോക്ടറെ ആശ്രയിക്കുന്നതിലും, അതേ എത്ര വലിയ കൊട്ടാരം പണിതു കഴിഞ്ഞാലും ആ കൊട്ടാരങ്ങളൊക്കെ ഒരൊറ്റ പ്രളയത്തിൽ അവസാനിച്ച രംഗവും നമ്മൾ കണ്ടതാണ്. ആരാശ്രയിച്ചാലും അവസാനത്തെ ആശ്രയം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ സയ്യിദ് മുത്തനൂർ തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സയ്യിദ് അവറുകൾ സദസ്സിലെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് ദീനിൻ്റെ ഖിദ്മയിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആശ്രയം പരിസമാപ്തി കുറിക്കുന്നത് പരലോകത്താണ്. മഹാനായ ഇസ്മായിലുൽ ഹക്കി അൽ ബറൂസമി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു, ശാശ്വതമായ ലോകത്ത് ശുപാർശകനായി എത്തുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയുടെ ശുപാർശ, ശഫാഅത്തിൻ്റെ ഉദ്ഘാടനം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പലരും ശുപാർശ ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്,
ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾ അവരുടെ മാതാപിതാക്കളെ ശുപാർശ ചെയ്യും. അതുപോലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ ശുപാർശ ചെയ്യും. അതുപോലെ ചില മലക്കുകൾ ചിലർക്ക് ശുപാർശകരാണ്, അമ്പിയാക്കൾ ശുപാർശകരാണ്. എല്ലാത്തിൻ്റെയും ഉദ്ഘാടനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ശുപാർശ ലഭിക്കാൻ നമ്മുടെ ഇത്തരം സ്വലാത്ത് മജ്ലിസുകൾ നാം ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ വേദി ഞാൻ ഇനി കവരുന്നില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഇവിടെയുള്ള ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ ഈ പരിപാടി വലിയ വിജയത്തിലാകാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സംരംഭം ദറസ് അടക്കം ഹിഫ്ള് എല്ലാം വിജയത്തിലാകാൻ ദുആ ചെയ്യുകയും അതിൻ്റെ സഹകരണവും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി മാറണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.